സതീശൻ സാറിന് പോയിക്കൊണ്ടിരിക്കുന്നത് ശനി ദിശയാണ്. ശനിയിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് വരുന്ന അപകാരം ഏതാന്ന് വെച്ചാൽ ശനിയിൽ ചന്ദ്രനാണ്. ഇപ്പോൾ ഈ സാറിന് വിജയൻ സാറിന് നോക്കുമ്പം ഇവിടെ വരുമ്പം ഈ ശുക്രദിശയിൽ സൂര്യനാണ് വരുന്നത്, അപകാരം സൂര്യനാണ്. അപ്പോൾ ഇത് അനുസരിച്ച് നോക്കിയാൽ വലുത് ആരാണെന്ന് വെച്ചാൽ ഈ ദിശ അപകാരം വെച്ച് നോക്കിയാൽ ഇപ്പോൾ വിജയൻ സാറിനാണ് ഇതിന് കൂടുതലായിട്ടിരിക്കുന്നത്. രണ്ടാമത് ഈ ശുക്രൻ വിധി നടത്തുമ്പം അത് വിജയൻ സാറിന് അത് മേടരാശിയിലോട്ട് വരുന്നു. വിധി മേടരാശിയിൽ വരുമ്പം പുള്ളിക്കാരൻ വീണ്ടും തലവനായി വരും. അതുപോലെ സതീശൻ സാറിന് നോക്കിയാൽ അവർക്കും ആ രാശിയിലാണ് വരുന്നത്. പക്ഷെ ശനിയാണ്. ശനിയാണെങ്കിൽ അയാളും അതിൽ വരും. പക്ഷേ ശനി നീചത്തിലാണ്, ശുക്രനായാൽ അങ്ങനെയല്ല. അപ്പോൾ ഇത് രണ്ടും നോക്കണം. ശനി ചന്ദ്രനുമായിട്ടാണ് വരുന്നത്. അപ്പൊ ശനിയും ചന്ദ്രനും അപഹാരത്തിന്റെ ഇടയ്ക്ക് ആരായിരിക്കുന്നത് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അതിലിരിക്കുന്നത് ശുക്രനാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ രണ്ടുപേരുടെ ഇടയ്ക്കിൽ വരുന്നത് ശുക്രനാണ്. ഈ ശുക്രൻ സതീശൻ സാറിന്റെ ജാതകത്തിൽ വക്രത്തിലാണ്. അപ്പോ ആ വക്രത്തിലിരിക്കുന്ന ശുക്രനാണ് തോൽപ്പിക്കുന്നത്. ഈ തോൽപ്പിക്കുന്നത് വിജയൻ സാറാണ്. പക്ഷേ ഈ വിജയൻ സാർ മത്സരിച്ചില്ലെങ്കിൽ ജയിക്കാൻ പോകുന്നത് സതീശനായിരിക്കും.